ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിൽ ഉമറിന് മുമ്പും ഉമറിന് ശേഷവും എന്ന് തന്നെ പറയാൻ പറ്റുന്ന രണ്ട് ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാവാം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ തന്നെ ഈ ഒരു സ്റ്റഡി സീരീസ് നമ്മൾ തുടക്കമിടുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ സ്മരിക്കാത്ത ദിവസങ്ങളുണ്ടാവുകയില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കാനുള്ള സാഹചര്യം കൂടി നമുക്കുണ്ടാവണം. പഠനവും സ്മരണയും രണ്ടും രണ്ടാണല്ലോ. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ഈ സ്റ്റഡി സീരീസിൽ പ്രധാനമായും 4 ഘട്ടങ്ങളായിട്ടാണ് തരംതിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതും സ്വീകരണ ശേഷവുമുള്ള മക്കൻ കാലഘട്ടം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള കാലഘട്ടം, മദീന, പ്രത്യേകിച്ച് മദീനയുടെ കാലഘട്ടം. 3 അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പശ്ചാത്തലം. 4 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ചരിത്രം. ഈ ഒരു 4 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത്. അതിലാദ്യമായി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ 2 കാലഘട്ടം, ജാഹിലിയ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരണത്തിന് ശേഷമുള്ള ആ ഒരു ഘട്ടത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് ജനിച്ചു എന്നതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായും അത് 586 ആണെന്നോ അല്ലെങ്കിൽ 591 ആണെന്നൊക്കെയുള്ള വ്യത്യാസങ്ങൾ കാണാം. അതങ്ങനെ വരാൻ കാരണം പണ്ട് കാലത്ത് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതൊന്നും ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ പോലും, അതിൻ്റെ ഡേറ്റിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ അറിയണം. 570 ആണോ 71 ആണോ എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ വയസ്സിൽ 11-13 വ്യത്യാസമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അത്ര വയസ്സിന് താഴെയുള്ള ആളായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ബനു അദി എന്ന് പറയുന്ന ഖുറൈശി വിഭാഗത്തിലെ ഒരു പ്രമുഖ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഖുറൈഷ് എന്ന് പറയുന്ന ഗോത്രത്തിൽ ഒരു കോൺഫെഡറേഷൻ പോലെയാണുള്ളത്. കോൺഫെഡറേഷൻ ഓഫ് ട്രൈബ്സ് എന്ന രീതിയിലാണ് മക്കൻ ലോകം ഉണ്ടായിരുന്നത്. അതിലൊരുപാട് ട്രൈബ്സ് ഗോത്രങ്ങളുണ്ട്. അതിലെ പ്രമുഖ ഗോത്രമാണ് ബനു അദിയ്യ്. അതിൽപ്പെട്ട ഖത്താബ് ബിൻ നുഫൈൽ എന്ന് പറയുന്ന ഒരാളുടെ മകനായിട്ടാണ്, ഹൻദബ ബിൻത് ഹാഷിം എന്ന് പറയുന്ന സ്ത്രീയുടെ മകനായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ പിന്നീടുണ്ടായ മകളായ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഒരാളായ ഹഫ്സയുടെ പേര് ചേർത്ത് പിൽക്കാലത്ത് അബൂ ഹഫ്സ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നമ്മൾ ഈ ചരിത്രം പറയുമ്പോൾ ഒരു പ്രശ്നം, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വെറും ഒരു ഉമർ ബിൻ ഖത്താബാണ്. ഇസ്ലാം സ്വീകരണ ശേഷം നമ്മൾ അദ്ദേഹത്തെ റളിയല്ലാഹു അൻഹു എന്ന് ചേർത്ത് പറയുന്നു. കാരണം ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഏറ്റവും ക്രൂരരായ ശത്രുക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ അമ്മാവനാണ് നമ്മളെല്ലാവരും അറിയുന്ന അബൂജഹൽ. അംർ ബിൻ ഹിഷാം എന്ന് പറയുന്ന അബൂജഹൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവനായിരുന്നു. അബൂജഹലിൻ്റെ ക്രൂരതയ്ക്ക് സമമായി ഒരേ ഒരാൾ അന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഉമർ ആയിരുന്നു എന്നാണ് ചില ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രത്തോളം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ പേരിൽ മുമ്പേ ഇൻഫേമസ് ആയിരുന്നു, നൊട്ടോറിയസ് ആയിരുന്നു. നമ്മൾ നൊട്ടോറിയസിൽ നിന്ന് പിന്നീട് ഫേമസിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലുമുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു ഘട്ടത്തിനപ്പുറം കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കാണാം, വ്യക്തി മൂല്യങ്ങൾ നമുക്ക് കാണാം. അതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം വലിയ കാരണമാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ഭയങ്കര ഒരു ഈ ഹാർഷായ സ്വഭാവം ഉണ്ടായത് എന്ന് ചില ചരിത്രകാരന്മാർ കണ്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാപ്പയോട് ചേർത്തുകൊണ്ടാണ്.
ഒരു നമ്മളിന്ന് പറയുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന റിച്ച് അല്ലാത്ത എന്നാൽ പുവറും അല്ലാത്ത ഒരു ഫാമിലിയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതുകൊണ്ട് ആട് മേയ്ക്കൽ, കന്നുകാലി മേയ്ക്കൽ ഇതേപോലുള്ള പണി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വാപ്പ ഖത്താബ് ഇബ്നു നുഫൈൽ ഏൽപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മായിമാരുടെയും ഈ കന്നുകാലികളുടെ നേതൃത്വം ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിലായിരുന്നു അത്രേ. സാലറി വളരെ തുച്ഛമായ ഈത്തപ്പഴങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. അതുമാത്രമല്ല, ചെറുപ്പത്തിലെ തന്നെ വാപ്പ വളരെ ഹാർഷായിട്ടാണ് ഉമറിനോട് പെരുമാറിയിരുന്നത്. ഞാനിപ്പോൾ ഉമർ എന്ന് പറയുന്നത് സൂക്ഷിക്കണം, ജാഹിലി കാലത്തെ ഉമർ എന്നുള്ളതാണ്. ഓക്കെ, ജാഹിലി കാലത്തെ ഉമറിനെ ഞാൻ ഉമർ എന്ന് വിളിക്കുന്നു. ഉമറിനോട് വളരെ ഹാർഷായ പെരുമാറ്റമാണ്. പലപ്പോഴും വാപ്പ ഖത്താബ് അടിക്കുമായിരുന്നത്രേ. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഈ ഉമർ, ഇസ്ലാമിന് മുമ്പുള്ള ഉമർ വളരെ പരുഷ സ്വഭാവക്കാരനായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് കുടുംബത്തിൽ നിന്ന് ഈ ജോലിയുടെ ആവശ്യമായി പൈസ കിട്ടാത്തതിനാൽ ഇദ്ദേഹം റെസ്ലിങ്ങിൽ പങ്കെടുക്കുകയും മല്ലയുദ്ധം വഴി കിട്ടുന്ന പൈസയായിരുന്നു അതിൻ്റെ സ്റ്റൈപ്പൻഡായി കരുതിയിരുന്നത് എന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കാരണം ആ തരത്തിലുള്ള ബോഡി ബിൽഡപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തർക്കപ്രിയനായിരുന്നു, രണ്ടാമത് വഴക്കാളിയായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ഒരു യെല്ലോ റെഡിഷ് കളറുള്ള ഒരു സുമുഖനായ നീളമുള്ള അതികായകനായ ഒരു ചെറുപ്പക്കാരനും കൂടിയിട്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ നാട്ടിലാകെ പാട്ടാണ് ഉമറിൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മൾ മലയാളത്തിൽ മാക്കാച്ചി വരുന്നു എന്നും പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുന്ന പോലെ പറയുമായിരുന്നത്രേ. എന്ന് ചില കഥകളുണ്ട്, ദാ ഉമർ വരുന്നു എന്നും പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന കഥകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സത്യമാണോ എന്നുള്ള റിപ്പോർട്ടുകൾ വേറെ നോക്കണം. എന്നാൽ പോലും ആ കഥകൾ രൂപപ്പെടുവാൻ ഉമറിൻ്റെ പ്രകൃതം അങ്ങനെ നമുക്ക് തെളിവായി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ റെസ്ലിംഗ് അദ്ദേഹത്തിൻ്റെ മുഖ്യ തൊഴിലായിരുന്നില്ല, ഒരു വിനോദമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുതിരയോട്ടം, ഹോഴ്സ് റൈഡിങ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കലാപരിപാടിയായിരുന്നു. അതായത് ഒന്ന് മല്ലയുദ്ധം, റെസ്ലിംഗ്, മറ്റൊന്ന് കുതിര, ഹോഴ്സ് റൈഡിങ്. അതിൻ്റെ കൂടെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കച്ചവടത്തിൽ ഇറങ്ങി. കച്ചവടത്തെക്കുറിച്ച് ചരിത്രന്മാർ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അപ്പോൾ അതുകൊണ്ട് വലിയ ഇൻകം ഇല്ലാത്ത ഫാമിലിയാണ്. ഇദ്ദേഹം കച്ചവടവുമായി സിറിയൻ, ഷാം ഭാഗത്തേക്കും യമൻ ഭാഗത്തേക്കുമൊക്കെ യാത്ര ചെയ്യും. അതിൻ്റെ ഭാഗമായി കുറച്ചൊക്കെ സാമ്പത്തിക വരുമാനമൊക്കെ കിട്ടുകയും അതിൻ്റെ പേരിൽ വലിയ സമ്പന്നനായില്ലെങ്കിൽ പോലും ഒരു ഇടത്തരം നമ്മൾ പറയില്ല അപ്പർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ആ ഖുറൈശി സമൂഹത്തിനിടയിൽ നെഞ്ചുയർത്തി നിൽക്കുന്ന, സ്വയം തന്നെ വളർന്ന, കുടുംബത്തിൻ്റെ ബാക്കപ്പോടുകൂടിയല്ല, സ്വന്തം തന്നെ വളർന്ന ഒരു ചെറുപ്പക്കാരൻ, യുവാവായി ഉമർ മാറുന്നതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ സ്വയം വളരുന്ന ഒരാളായിട്ടാണ്. സാധാരണ അറേബ്യൻ മക്കൻ സമൂഹത്തിൻ്റെ പ്രത്യേകത, കർഷകരോ കന്നുകാലി മേയ്ക്കുന്ന ആൾക്കാരോ ആട്ടിടയന്മാരായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ചില കച്ചവടവുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയിൽ കിട്ടുന്ന വിളകൾ കച്ചവടവുമായി സിറിയൻ, ഷാം ഭാഗത്തേക്കുള്ള യാത്രകൾ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന മേഖല. ആ മേഖലകളിലെല്ലാം കൈവച്ച ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ സ്വന്തം വളർത്തിയെടുത്ത ഒരു പ്രകൃതമാണ്. അതായത് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഹാർഷ സ്വഭാവം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ വളർച്ചയ്ക്ക് പ്രധാന കാരണമാക്കി മാറ്റി. പിന്നെ കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര ഇൻകം കിട്ടാത്തത് കൊണ്ട് കിട്ടാവുന്ന മേഖലകളിലെല്ലാം അദ്ദേഹം കൈവെക്കുവാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി വാപ്പയെക്കാളും കുറച്ച് ഉയർന്ന് ഖുറൈശി ഗോത്ര തലവന്മാരുടെ കൂടെ നിൽക്കുവാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, അബൂജഹൽ അല്ലെങ്കിൽ അമ്ർ ബിൻ ഹിഷാം എന്ന് പറയുന്ന അബുൽ ഹാക്കിം എന്നാണ് അറബികളെന്ന് വിളിച്ചിരുന്നത്. അബൂജഹലിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ജഹൽ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത പേരാണ്. അതായത് അന്ധതയുടെ വാപ്പ, ഇഗ്നോറൻസിൻ്റെ, അജ്ഞതയുടെ പിതാവ് എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും നാട്ടുകാർ അദ്ദേഹത്തെ നല്ല യുക്തിമാൻ എന്നാണ് വിളിച്ചിരുന്നത് അബൂജഹലിനെ. കാരണം അബൂജഹൽ അങ്ങനെയുള്ള കപ്പാസിറ്റി ഉള്ള ആളായിരുന്നു, നേതൃഗുണമുള്ള ആളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പറ്റേണൽ അങ്കിളും കൂടിയാണ്, കുടുംബപരമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ അബൂജഹലിനോടൊപ്പം തന്നെ ഒരേ പദവിയിൽ ഇരിക്കുവാൻ തക്ക തരത്തിൽ വളർന്നത് സ്വന്തം തന്നെയാണ്, വേറെ ആരുടെയും സപ്പോർട്ടില്ലായിരുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹം ചെയ്തത് നാട്ടുകാർക്കിടയിൽ ഗോത്രങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മീഡിയേറ്ററായി മാറിയതും അബൂജഹൽ തന്നെ, ഉമർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രകൃതം, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പ്രകൃതം
അദ്ദേഹത്തിന് നാടാകെ മുഴുവൻ ഒരു സ്വീകാര്യത ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഉമർ പറയുന്നത് വലിയൊരു വേദവാക്യമായി സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അബൂജഹലിനെ പോലെ, അബൂ സുഫിയാനെ പോലെ ഉമറും എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെ 6 വർഷക്കാലത്തിന് ശേഷമാണ് ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഈ 6 വർഷക്കാലവും ഉമർ പ്രധാന ശത്രുവായിരുന്നു. പല ആൾക്കാരെയും, ഈ ദുർബലരായ അടിമകളെയുമൊക്കെ ഉപദ്രവിച്ചിരുന്നതായും ചില റിപ്പോർട്ടുകൾ കാണാം. പക്ഷെ അതേസമയം തന്നെ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് വേറെ ചില കള്ളക്കഥകളും കൂടിയിട്ടുണ്ട് ചരിത്രത്തിൽ. നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നതാണ്, അദ്ദേഹം ഉമർ റളിയല്ലാഹു തൻ്റെ ഒരു പുത്രീനെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയെന്നും, കുഴിച്ചു മൂടാൻ നേരം കുഴി മൂടുമ്പോൾ മണ്ണ് അദ്ദേഹത്തിൻ്റെ താടിയിൽ വീണപ്പോൾ കുഞ്ഞ് ആ താടി ഇന്ന് മണ്ണ് തട്ടിക്കളഞ്ഞു എന്നൊക്കെയും അത് കള്ളക്കഥയായിട്ടാണ് മുഹദ്ദിസുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മകളാണ് ഹഫ്സ. അത് നബിയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീകളിലും നബിയുടെ ഭാര്യമാരിൽ ഒരാളായി പിന്നീട് മാറുന്നുണ്ട്. വേറെയും മക്കളും അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഫാത്തിമ ഉമർ റളിയല്ലാഹുവിന് മുമ്പേ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അവരോടും ഒരു ക്രൂരതയും ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, പെണ്ണുങ്ങളോട് കുറച്ച് മൃദുല സ്വഭാവമുള്ള ആളും കൂടെ ആയിരുന്നു. അത് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാം. അത് ഇസ്ലാം സ്വീകരണ വേളയിലാണ് അത് കാണുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടും, അതുമാത്രമല്ല ആ റിപ്പോർട്ടിനെ പണ്ഡിതന്മാർ അളന്നിട്ട് അതിൽ കണ്ണിച്ചേർന്ന പല ആൾക്കാരുടെയും സ്വഭാവം പറഞ്ഞിട്ട് ഇയാൾ കള്ളനായിരുന്നുവെന്നും അതുകൊണ്ട് ഈ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ കഥയെ തള്ളിക്കളയുന്നത് നമുക്ക് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹദീസിനെ ഒരു ഹദീസാണെന്നും പറഞ്ഞാൽ ഇങ്ങനെ വിഴുങ്ങുന്നവരല്ല പണ്ഡിതന്മാർ. ഈ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ചരിത്ര പഠന രീതി അത് ഒരുപക്ഷെ ലോകത്ത് ആദ്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മുസ്ലിം പണ്ഡിതന്മാരാണ്. അതിൻ്റെ പ്രധാന കാരണം ഹദീസുകളുടെ ആധികാരികത, ഓതൻറ്റിസിറ്റി ഉറപ്പിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനെ പോലെ തന്നെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് അതിൽ കുഴപ്പമുണ്ടാവാൻ പാടില്ല. ചരിത്രപരമായും കുഴപ്പമുണ്ടാവാൻ പാടില്ല, അതിൻ്റെ കണ്ടൻറ്റിലും കുഴപ്പമുണ്ടാവാൻ പാടില്ല. അപ്പം ഒന്ന് റിവായത്തെന്ന് പറയും, റിപ്പോർട്ടേഴ്സിൻ്റെ ചരിത്രം, അവരുടെ സ്വഭാവം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിപ്പോർട്ടർ അയാളുടെ സ്വഭാവത്തിലേക്ക് കയറി ചെല്ലും. ഇയാൾ കള്ളം പറയുന്നവനാണ്, വാക്ക് പാലിക്കാത്തവനാണ്, മാന്യതയില്ലാത്തവനാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു മൈനസ് പോയിൻ്റ് കാണുവാണെങ്കിൽ അയാളിൽ നിന്നുള്ള ഒരു ഹദീസും പണ്ഡിതന്മാർ സ്വീകരിച്ചിരുന്നില്ല. നമുക്കൊരുപാട് ഉദാഹരണങ്ങൾ ഇമാം ബുഖാരിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. എന്നതുപോലെയാണ് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഈ റിപ്പോർട്ടും പണ്ഡിതന്മാർ തള്ളിക്കളയുന്നത്. അങ്ങനൊരു സംഭവം തെറ്റാണ്, അത് കള്ളക്കഥയാണെന്ന് പറയുന്നത്. അതായത് പലതും ആണെങ്കിലും ഉമർ റളിയല്ലാഹു ഇങ്ങനെ ക്രൂരത കാണിച്ചിരുന്നില്ല എന്നാണ് ആ സംഭവത്തിൻ്റെ ചുരുക്കം. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകം കൂടി പറയാം. നമ്മൾ ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മക്കയുടെ പവർ സ്ട്രക്ചർ, കാബയുടെ അല്ലെങ്കിൽ മക്കയുടെ ആ കോൺഫെഡറേഷൻ ഓഫ് ട്രൈബ്സ് എന്ന് പറയുന്ന അതിൻ്റെ പവർ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിലനിൽക്കണം. മക്കയിൽ ശാന്തി നിലനിൽക്കണം. മക്കയുടെ ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാവാൻ പാടില്ല. അവർ നിലനിൽക്കുന്ന ആരാധനകൾ അങ്ങനെ തന്നെ നിലനിൽക്കും. വലിയൊരു ഭക്തനൊന്നും ആയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. സാധാരണക്കാരനായ ഒരു മുശ്രിക്ക് പണ്ട് കാലത്തെ അല്ല, വലിയ ഭക്തനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ മക്കക്കാർ ഇങ്ങനെ നിലനിൽക്കണം. അങ്ങനെ ഈ 6 വർഷം കൂടുന്തോറും ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുന്നു. താൻ പീഡിപ്പിക്കുന്ന അടിമകളടക്കം ഇസ്ലാമിലേക്ക് പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ എതിരാളിയായെന്ന് അദ്ദേഹം തോന്നുന്ന, ഉമർ റളിയല്ലാഹുവിനേക്കാളും പവർഫുള്ളായ ഒരു കഥാപാത്രമാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടം കൈയും വലം കൈയുമായി മക്കയിൽ ജീവിച്ചവരാണ് ഇവർ രണ്ടുപേരും. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളെക്കാൾ ഒരു 10 ഇരട്ടി പവറുള്ള ആളാണ് ഹംസ. എന്ന് മാത്രമല്ല, ഹംസ റളിയല്ലാഹു അൻഹു അന്ന് ഖുറൈശികളിലെ ഏറ്റവും പ്രമുഖനും വയസ്സുള്ള നേതൃഗുണമുള്ള ആളും കൂടാണ്. സാധാരണ ഉമർ റളിയല്ലാഹു അൻഹു ഗോത്രവൈര്യം നന്നായുള്ള ആളാണ്. തൻ്റെ ഗോത്രത്തിനെതിരെ ആരും സംസാരിക്കുന്നതും എതിർക്കുന്നതും ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ മുഖത്ത് വില്ലുകൊണ്ടടിക്കുന്ന സീൻ നമുക്കറിയാം. അങ്ങനെയാണല്ലോ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അതായത് ഇപ്പോൾ ഹണ്ടിങ്ങിന് വേട്ടയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഒരു സ്ത്രീ പറയുന്നു, നിൻ്റെ മകനെ, അതായത് അനിയൻ്റെ മകനെ
ഇങ്ങനെ മുഹമ്മദിനെ ആക്രമിക്കുന്നു, നീ ഒന്നും ചെയ്യുന്നില്ലെന്ന് ചോദിച്ചൊരു സ്ത്രീ പറയും. ഇത് കേൾക്കുകയും ദേഷ്യത്തിൽ വന്ന് കയ്യിലുള്ള വില്ലുകൊണ്ട് അബൂജഹലിനെ കാബയുടെ മുമ്പിൽ വെച്ച് അടിക്കുന്ന സീനാണ്. കാബയുടെ മുമ്പിൽ വെച്ച് അടിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു അധികാരത്തെ ചോദ്യം ചെയ്യുക എന്നതും കൂടാണ്. നട്ടുച്ചയാണല്ലോ, എല്ലാവരുടെയും മുമ്പിലാണ് കാബയുള്ളത്, അവിടെ വെച്ചാണ് അടിക്കുന്നത്. ഈ ഒരു വർത്തമാനം എന്തായാലും ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞിരിക്കണം, തൻ്റെ ഗോത്രവൈര്യം അവിടെ ഉണ്ടാവണം. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഉമർ ഹംസയോട് തിരിച്ച് പെരുമാറാതിരുന്ന്? നാട്ടിലെ പ്രമുഖനായ റെസ്ലറാണ്, വില്ലാളി വീരനാണ്, വഴക്കാളിയാണ്. ഒരു പക്ഷേ അത് ഹംസയുടെ സമൂഹത്തിലുള്ള റോൾ തിരിച്ചറിഞ്ഞുകൊണ്ടാവാം എന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടണം. അതായത് ഉമർ റളിയല്ലാഹു അൻഹു, നമ്മൾ ചരിത്രം പറയുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു വന്നതോടുകൂടി ഇസ്ലാം പവർഫുള്ളായി എന്നതിനേക്കാളും ഹംസയുടെ സാന്നിധ്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആഡപ്പ് സംഭവിച്ചു, അതോടുകൂടി ഇസ്ലാം ശക്തമായി എന്ന് പറയുന്നതായിരിക്കാം കുറച്ചും കൂടി സൂക്ഷ്മത. അതായത് ഉമർ റളിയല്ലാഹുവിൻ്റെ വരവ് അതിനെ കൂടുതൽ സഹായിച്ചു എന്നതാണ്. അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു വന്നതോടുകൂടി ഇസ്ലാം ശക്തമായി എന്നത് അത്രത്തോളം സൂക്ഷ്മമായ ചരിത്രമല്ല. കാരണം ഉമർ റളിയല്ലാഹുവിനേക്കാളും സമൂഹത്തിൽ പവർഫുള്ളായ മനുഷ്യനാണ് ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ രണ്ടുപേരെയും ചേർത്തുകൊണ്ടാണ് നമ്മൾ മക്കൻ കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ വളർച്ചയെ പഠിക്കേണ്ടത്. ആ ഒരു സംഭവമാണ്. അതിനുശേഷം ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നത് താൻ ആഗ്രഹിക്കുന്ന മക്കയിലെ സമാധാനം, സംരക്ഷണം, ആ പവർ സ്ട്രക്ചറിൻ്റെ സസ്റ്റൈനബിലിറ്റി, അതിനൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മുഹമ്മദും മുഹമ്മദിൻ്റെ കൂട്ടുകാരും അനുയായികളും മാറിയിരിക്കുന്നു. ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഉമർ എത്തുന്നത്. കാരണം ഉമറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കയുടെ സമാധാനമാണ് പ്രധാനം. അതേസമയം തന്നെ കുറേ കാലമായി താൻ പീഡിപ്പിക്കുന്ന ആൾക്കാർ പോലും കൂട്ടം കൂട്ടമായി അറിഞ്ഞും അറിയാതെയും മുഹമ്മദിൻ്റെ കൂട്ടത്തിലേക്ക് പോകുന്നു എന്ന ഒരു വാർത്തയും ഇദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ പേരിലാണ് വാളും വീശി പോകുന്ന പോക്ക്. ആ പോകുന്ന പോക്കിലാണ് അബ്ദുല്ലാഹ് ബിൻ നുഅയ്ം എന്ന് പറയുന്ന രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചിരുന്ന ഒരാൾ. കാരണം പല ആൾക്കാരും വന്ന് പരസ്യമായി ഇസ്ലാം പറഞ്ഞിരുന്നില്ല, രഹസ്യമായിരുന്നു പലർക്കും. അദ്ദേഹത്തിൻ്റെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങൾ ഫാത്തിമയും സെയ്ദ് അളിയനും ഇവരാരും പരസ്യമായി പറഞ്ഞിരുന്നില്ല. ഉമർ അറിഞ്ഞിരുന്നില്ല, പക്ഷെ മറ്റു പലരും അറിഞ്ഞിരുന്നു. ഈ പോകുന്ന പോക്കിലാണ് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒരു വലിയ വിപത്തുണ്ടാകുമ്പോൾ നടുക്ക് വെച്ച് ആരോ വന്നിട്ട് വഴിതിരിച്ചു വിടുന്ന ഒരു പരിപാടി. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. ഒരു വലിയ വിപത്തുണ്ടാവേണ്ടതായിരുന്നു. ആ പോകുന്ന പോക്കിലാണ് അബ്ദുല്ലാഹ് ബിൻ നുഅയ്ം എന്ന് പറയുന്ന ആ മനുഷ്യൻ, സഹാബി, നടുക്ക് വെച്ച് കാണുകയും ആദ്യം നിൻ്റെ കുടുംബത്തെ പോയി നന്നാക്കുക എന്ന് പറയുകയും അതിൽ കൂടെ എന്നാൽ പിന്നെ അത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമയുടെ അടുത്തേക്ക് പാഞ്ഞു പോകുന്ന സീനാണ് നമുക്ക് അപ്പോൾ കാണുന്നത്. ഇതൊക്കെയും അദ്ദേഹത്തിൻ്റെ നുബുവത്തിൻ്റെ 6-ാം വർഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 6 വർഷവും ഉമറായിരുന്നു, ജാഹിലി ഉമറായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പോകുന്ന പോക്കിലാണ് അവിടെ വീടിൻ്റെ മുമ്പിലെത്തുകയും നമുക്ക് ബാക്കി അറിയാവുന്നതുപോലെ സൂറത്ത് താഹ ചില ആയത്തുകൾ ഓതുകയും അദ്ദേഹം അതിൽ ആകർഷകനായി മാറുന്നു, മെസ്മറൈസ്ഡ് ആവുന്നതിന് ശേഷം എന്നാലും വാതിൽ ചവിട്ടി തുറക്കുകയോ ബഹളം വെച്ച് തുറക്കുകയോ ചെയ്യുന്നു. അവിടെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഹബ്ബാബ് എന്ന് പറയുന്ന സഹാബി അദ്ദേഹം ഒളിക്കുന്നു, ഓതിക്കൊടുത്തിരുന്ന ഏട് മറച്ചു വെക്കുന്നു. ഇതൊക്കെയാണ് ചരിത്രം. മറച്ചു വെക്കുന്നു. തുറന്ന ഉടനെ തന്നെ പെങ്ങളെ അടിക്കാൻ ഒരുങ്ങുന്നു, തടയാൻ വരുന്ന അളിയനെ അടിക്കുന്നു, തടയാൻ വരുന്ന പെങ്ങൾ ഫാത്തിമയും അടിക്കുന്നു, അവരുടെ മുഖത്തു നിന്ന് രക്തം ചീന്തുന്നു. അത് കണ്ടിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സലിയുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻ്റെ മകളെ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന ആ മനുഷ്യനാണ് രക്തം ചീന്തിയ പെങ്ങളുടെ മുഖം കണ്ടിട്ട് മനസ്സ് മാറുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിനെ കുഴിച്ചു മൂടുക? അപ്പോൾ ഈ 2 ചരിത്രം വെച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കഥ തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. ചരിത്രകാരന്മാരും അതിൻ്റെ കൂടെ മുഹദ്ദിസുകളും വിശദീകരിക്കുന്നതുകൊണ്ട്. അതായത് റിപ്പോർട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഒന്ന്, റിവായത്ത്, ഒരു റിപ്പോർട്ടിൻ്റെ ചെയിൻ കണ്ണി എങ്ങനെയാണെന്ന്, അത് കറക്റ്റ് ആവണം. അത് റിപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും നല്ലവരാവണം, സ്വഭാവം തന്നെ നല്ലവരാവണം. അതായത് അവരുടെ ഒതൻറ്റിസിറ്റി ഓർമ്മയുണ്ട് എന്നത് മാത്രമല്ല, അത് ഏൽക്കാനുള്ള ഹൃദയമുണ്ടോ എന്നും കൂടി പണ്ഡിതന്മാർ നോക്കും. രണ്ടാമത്, റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കണ്ടൻറ്റ്, ദിറായത്ത് എന്നാണ് അതിന് പറയുക. ആ ദിറായത്തും സൂക്ഷ്മമാവണം. ദിറായത്തും ഒരാളുടെ സ്വഭാവത്തോട് ചേർന്നതാവണം. അല്ലെങ്കിൽ ആ റിപ്പോർട്ട്, ആ സംഭവം ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ
മുഹദ്ദിസുകൾ ഉസൂലികൾ സ്വീകരിക്കുന്ന നിലപാടും. അതും കൊണ്ടും കൂടിയാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ആ മകളെ കുഴിച്ചു മൂടിയ കഥയെ പണ്ഡിതന്മാർ തള്ളിക്കളയുന്നത്. അപ്പോൾ ഇത് രക്തം കണ്ടിട്ട് ഫാത്തിമയോട് ചോദിക്കുന്നു, നിങ്ങളെന്താണ് ഓതിയിരുന്നത്? അപ്പോൾ അവർ പറയുന്നു, നിന്റെ ശരീരം അശുദ്ധമാണ്, പോയി കൈകാൽ കഴുകി വരാൻ പറയുന്നു. അതായത് വളരെ ക്രുദ്ധനായ, വളരെ ദേശീയ കോപാകുലനായ ഒരാളെ ഫയറിനെ വെള്ളം കൊണ്ട് തണുപ്പിക്കുന്ന ഒരു സ്വഭാവം അവിടെ നമുക്ക് കാണാം. അതിൽ നിന്നാണ് അവസാനം വരികയും ഒളിഞ്ഞിരിക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു പുറത്തു വന്നുകൊണ്ട് അദ്ദേഹത്തിന് ബാക്കി ഓതി കൊടുക്കുകയും, അപ്പോൾ ഉമർ റളിയല്ലാഹു പറയുന്നു, അതായത് ഉമറിൽ നിന്ന് ഉമർ റളിയല്ലാഹുവിലേക്കുള്ള ചേഞ്ച് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഉമർ പറയുന്നു, എന്നാൽ എനിക്ക് മുഹമ്മദിനെ കാണണം എന്ന് പറയുന്നു. ദാറുൽ അർക്കമിലാണ് എന്നറിയുകയും, ദാറുൽ അർക്കം എന്ന് പറയുന്നത് അന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും രഹസ്യമായി ഒരുമിച്ച് കൂടുന്ന ഒരു വീടാണ്, ഒരു സഹാബിയുടെ വീടാണ്. അവിടെ നിന്നാണ് ഈ മീറ്റിങ്ങുകളൊക്കെ കൂടിയിരുന്നത്. അവിടെയാണ് അധികവും നമസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള അവരുടെ എല്ലാ തീരുമാനങ്ങളും ഭാവി പരിപാടി ചർച്ചകളൊക്കെയും ഉണ്ടായിരുന്നത് അവിടെയാണ്. ഇത് അദ്ദേഹം അങ്ങോട്ട് പോവുകയും പോകുന്ന വഴി ദൂരയിൽ നിന്ന് സഹാബികൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇവർ ആകെ ഭയക്കുന്നുണ്ട്. ഉമറാണ് വരുന്നത്. നമ്മൾ ആ പാട്ട് പോലും ഉണ്ടല്ലോ, ഉമർ റളിയല്ലാഹുവിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയും അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഒരു ഔറ എല്ലാം വളരെ ഭയാനകമാണ് എല്ലാവരുടെ മുമ്പിലും. അപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമർ വരുന്നത് നല്ല കാര്യത്തിനാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഹംസ വീടിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങുകയും ഉമർ റളിയല്ലാഹു അൻഹു വരികയും ആദ്യം കയറി പിടിക്കുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. എന്താ ഉദ്ദേശം? ഉമർ റളിയല്ലാഹു അൻഹു തണുക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ മുഹമ്മദിനെ കാണാനാണ് വന്നത്, ഇങ്ങനെ ഇസ്ലാം സ്വീകരിക്കാനാണ് എന്ന് പറയുകയും അകത്തേക്ക് വിടുകയും ഷഹാത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയും അതോടുകൂടി എല്ലാവരും തക്ബീർ മുഴക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഇവിടുന്നാണ് ഉമറിൻ്റെ ഒരു രണ്ടാം ഘട്ടം രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉമറിൻ്റെ ജീവിതത്തിൽ രണ്ട് ഘട്ടങ്ങളാണ്. അതിലൊന്ന് ജാഹിലി കാലഘട്ടവും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം കാലഘട്ടവും. ഈ ഒരു ഘട്ടത്തോടു കൂടിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അപ്പം തന്നെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. കാരണം എല്ലാത്തിലും ഒരു സ്പീഡായി വളരെ ദീർഘവീക്ഷണമുള്ള ആളാണെങ്കിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനങ്ങളിൽ സ്നാപ്പ് ഡിസിഷൻ എടുക്കുന്ന ആളായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നമുക്കിങ്ങനെ ഇനി ഒളിച്ചിരിക്കണ്ട. അതായത് ഹംസ റളിയല്ലാഹു അൻഹു ഒരിക്കലും ആ ഒരു ഉപദേശം കൊടുത്തിരുന്നില്ല. കാരണം ഒരു പക്ഷേ അത് കൂടെയുള്ളവരുടെ സേഫ്റ്റിയെ ബാധിക്കുന്നതാവാം എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മുതിർന്ന കുറച്ച് വയസ്സുള്ള ഒരാൾ എന്ന നിലയിൽ കൊണ്ടാവാം ഹംസ റളിയല്ലാഹു അൻഹു ഒരു പക്ഷേ നമുക്കിനി പുറത്ത് പബ്ലിക്കലായി ദഅവത്ത് നടത്തണമെന്ന് പറയുന്ന ആവശ്യം പറയാതിരുന്നത്. എന്നാൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നമുക്കിനി ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്തു വരാം എന്ന് പറയുകയും അതനുസരിച്ചിട്ട് ഒരു ഭാഗത്ത് രണ്ട് അണികളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു സൈഡിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലും രണ്ടാമത്തെ സൈഡിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലും അവരെങ്ങനെ പരസ്യമായി കഅബയുടെ ഭാഗത്തേക്ക് ദിക്റും ചൊല്ലി തക്ബീറും ചൊല്ലി കഅബയുടെ ഭാഗത്തേക്ക് പ്രകടനം നടത്തി എന്നാണ്. ആരും അവർക്ക് എതിരിടാൻ തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല, അതിന് വേറെ സീൻ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ട് നേരെ കഅബയുടെ അകത്ത് വേറൊരു റിപ്പോർട്ടിൽ കഅബയുടെ മുമ്പിൽ പോയി പറയുകയും, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, ആർക്കാണ് പ്രശ്നം എന്ന് ഡയറക്റ്റായി പറയുകയും ചെയ്ത ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ എവിടെയും നമുക്ക് കാണാം ജീവിതത്തിൽ. അതിലൊന്നാമത്തെ പ്രഖ്യാപനം ഇതാണ്. ചില ആൾക്കാർ ആക്രമിക്കാൻ വന്നു എന്നൊക്കെയും റിപ്പോർട്ടുകളുണ്ടെങ്കിൽ പോലും ആ നേരിട്ട് ചെന്ന് അബൂജഹലിനടക്കമുള്ള വലിയ നേതാക്കന്മാരുടെ മുമ്പിൽ പോയി ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, തടയാൻ ആരുണ്ട്, എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിക്കാൻ തയ്യാറുള്ള ഒരാളായിട്ടാണ് നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ കാണുന്നത്. അതിനുശേഷമാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് ഈ പ്രൊസഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഈ ഒരു വരവാണ്, ആ വരവോട് കൂടിയിട്ടാണ് അതുവരെ പാത്തും പതുങ്ങിയും ഇസ്ലാം സ്വീകരിക്കുകയും ആചാര നിഷ്ഠകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന പാവങ്ങളായ, അല്ലെങ്കിൽ നാട്ടുകാരറിയുന്ന എന്നാൽ രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർ പബ്ലിക്കായി ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇവിടെ നമ്മളൊരു പ്രശ്നം വരുന്നത്, ഇതിനു മുമ്പാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വർഷം മുമ്പാണ് അബസീനിയയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ ഹിജ്റയ്ക്ക് അയക്കുന്നത്.
ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ച എന്ന വിവരം അറിഞ്ഞ് ചില ആൾക്കാർ അവിടുന്ന് തിരിച്ചു വന്നത്രേ. ഉമർ സ്വീകരിച്ചത് കൊണ്ട് ഇനി നമുക്ക് കുറച്ച് സേഫ്റ്റി ആകും എന്നറിഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു എന്നതുകൊണ്ട് ശത്രുക്കൾ ഉപദ്രവം നിർത്തിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഉപദ്രവം കൂടുകയാണ് ചെയ്തത്. കാരണം ഓരോരുത്തരും പബ്ലിക്കായി അവരുടെ വിശ്വാസം ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി സകല അടിമകളും ഞാനും മുസ്ലിമാണെന്ന് പറയുന്നതോടുകൂടി ഉടമമാർക്ക് പ്രശ്നമായി. അതാണ് സംഭവം. മുതലാളി, നമുക്കറിയാമല്ലോ, അടിമത്ത സംവിധാനം ആ സമയത്ത് ശക്തമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ദുർബലരായ പലരും തൗഹീദ് എന്ന് പറയുന്ന ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ മുകളിൽ വേറൊരു അടിമയില്ല, വേറെ മുതലാളിയില്ല എന്നതാണല്ലോ എൻ്റെ യഥാർത്ഥ അർത്ഥം. തൗഹീദ് എന്ന് പറയുന്നത് എൻ്റെ മുകളിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ എൻ്റെ ഉടമയായി, എൻ്റെ ഓണർ എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ്, വേറെ ആരുമില്ല എന്ന് പറയുന്ന ഒരു ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉടമയുടെ വാക്കും ആരും കേൾക്കുകയില്ല. ഇതിൻ്റെ ഭാഗമായി ഒരുപാട് താഴേക്കിടയിലുള്ള സമൂഹത്തിലുള്ള വിവിധ ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നതും അതിൻ്റെ ഭാഗമായി ധാരാളം പീഡനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരേ സമയം ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം ആൾക്കാരെ ധീരരാക്കി മാറ്റി, അതിൻ്റെ കൂടെ തന്നെ ശത്രുക്കളുടെ പീഡനം വർദ്ധിപ്പിക്കാനും കാരണമായി. ഇതറിഞ്ഞുകൊണ്ട് വന്ന ചിലർ തിരിച്ച് വീണ്ടും അബസീനിലേക്ക് പോയി എന്നും നമുക്ക് റിപ്പോർട്ടിൽ കാണാം. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം നമുക്ക് കാണാം. ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തോടുകൂടി അബസീനിൽ നിന്ന് തിരിച്ചു വന്നവരുമുണ്ട്. പീഡനം കൂടി എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ തിരിച്ചു പോയതും നമുക്ക് കാണാം. ഇങ്ങനെയായിരുന്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മക്കൻ ഇസ്ലാം സ്വീകരണത്തിൻ്റെ ആദ്യത്തെ എഫക്റ്റ് ആ സമൂഹത്തിലുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഏറ്റവും പ്രശസ്തമായിരുന്നു. 2 പേർ, നിനക്കിഷ്ടമുള്ള അതിലൊരാളെ പടച്ചവനെ നീ എനിക്ക് തരണമേ, ഇസ്ലാമിലേക്ക് കൊണ്ടുതരണമേ, ഇസ്ലാം ഇസ്സത്തുള്ളതാക്കി തരണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. അതിൽ 2 പേർ, ഒരാൾ അബൂജഹലും മറ്റൊരാൾ ഉമർ റളിയല്ലാഹുവിനുമാണ്. ഈ ഒരു സംഭവത്തെ ചില പണ്ഡിതന്മാർ വളരെ ക്രിട്ടിക്കായി കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കാൻ സാധ്യതയില്ല. കാരണം എന്താ? അബൂജഹലാണ്. പൊട്ടത്തരത്തിൻ്റെ, അന്ധതയുടെ, അജ്ഞതയുടെ, ഇഗ്നോറൻസിൻ്റെ വാപ്പയാണ്. അങ്ങനെ ഒരാളെ, അതുമാത്രമല്ല മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്താലും അതിനെതിരെ തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. മക്കയുടെ ഒരു ഭാഗത്ത് ഖുർആൻ ഓതിക്കൊണ്ട് ഹജ്ജോ ഉംറയ്ക്കോ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ ദഅവത്ത് നടത്തുമ്പോൾ അബൂജഹലും ടീമും മറ്റൊരു ഭാഗത്ത് നർത്തകിമാരെ കൊണ്ടുവന്നിട്ട് ഈ ഡാൻസ് നടത്തുന്ന ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ പല മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചിട്ടുണ്ട്. ചില റിപ്പോർട്ട് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് ഒട്ടകത്തിൻ്റെ കുടലിട്ടു എന്നൊക്കെയും കഥകളുണ്ട്. അതിനെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അങ്ങനെ കഥകൾ പോലും, അബൂജഹലിൻ്റെ ക്രൂരതയെക്കുറിച്ച് ഒരുപാട് കഥകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അബൂജഹലിനെ ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരണമെന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചില ചോദ്യങ്ങൾ പോലും ചില പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പടച്ചവനെ നീ എനിക്ക് തരണമേ എന്ന് പറഞ്ഞിട്ട് വേറെയും പ്രാർത്ഥന ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചതായും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാം. പക്ഷേ പണ്ഡിതന്മാർ ഇതിങ്ങനെയൊക്കെ ചർച്ചയാണെങ്കിൽ പോലും അബൂജഹലിനെയും കൊണ്ട് എന്തുകൊണ്ടായിരിക്കാം നബി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക എന്നും പോസിറ്റീവായി ചർച്ച ചെയ്തവരുണ്ട്. കാരണം അബൂജഹൽ അന്നത്തെ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്. അയാൾക്കൊരു ഔറയുണ്ട്, ഒരു കരിഷ്മയുണ്ട്. അയാൾ പറയുന്ന നാട്ടുകാർ കേൾക്കും. അങ്ങനെയുള്ളപ്പോൾ ഈ ഗോത്ര യാഥാർത്ഥ്യം സത്യമാണല്ലോ. നമ്മൾ സൂറത്തുൽ ഹുജറാത്തിൽ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഗോത്രത്തിനെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, അല്ലയോ ജനങ്ങളെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഉബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ നാം വിവിധ സമൂഹങ്ങളുമായും ഗോത്രങ്ങളുമായും സൃഷ്ടിച്ചിട്ടുള്ളത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയാനാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ ഇനീക്വാലിറ്റിയുടെ, ഡിസ്പാരിറ്റിയുടെ അടയാളമായ ഗോത്രത്തെ അല്ലാഹു പ്രത്യേകം എടുത്ത് പോസിറ്റീവായി പരാമർശിച്ചത്? കാരണം അന്നതൊരു സോഷ്യൽ റിയാലിറ്റിയാണ്, ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അന്ന് ഗോത്രം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ പ്രധാന എപ്പിസെൻ്ററാണ്, നേതൃത്വത്തിൽ ഭാഗത്ത് ഉള്ളതാണ്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ചർച്ചയില്ല, ഒരു സാമൂഹിക ചർച്ചയില്ല.
ഒരു സാമുദായിക ചർച്ചയില്ല. അപ്പോൾ അതും അറിഞ്ഞുകൊണ്ടാവാം ഒരുപക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിനെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. നമുക്കതല്ലേലും സൂറത്ത് അബസയുടെ പശ്ചാത്തലത്തിൽ ആ വിശദീകരണം കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അബൂജഹൽ അടക്കമുള്ള ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സംശയം ചോദിക്കാൻ വരുന്നതും അതിനോട് വേണ്ടത്ര തരത്തിലുള്ള ഒരു പരിഗണന കൊടുക്കാത്തതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കണിശമായി രൂക്ഷമായി വിമർശിക്കുന്ന സൂറത്താണ് അബസ വ തവല്ല, മുഖം ചുളിച്ചു തിരിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത്ര നബി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണെങ്കിൽ പോലും പക്ഷേ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നത് കാണാം. അതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈ പറയുന്ന ഗോത്ര നേതാക്കന്മാരെ മുമ്പിലിരുന്ന് അവർക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തിരുന്നു. നേതാക്കന്മാർ വരികയാണെങ്കിൽ ജനങ്ങൾ കൂടെ വരുന്ന ഒരു സിസ്റ്റമാണ് ട്രൈബൽ സിസ്റ്റം. ഈ നമുക്ക് പിന്നീടും ചരിത്രത്തിൽ കാണാം ഇസ്ലാം വ്യാപിച്ചത് എങ്ങനെയാണ്. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാം മധ്യേഷ്യൻ ചരിത്രം അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ തുർക്കിക്ക് രാജവംശങ്ങളൊക്കെയും രാജാവ് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോത്രവർഗത്തിൻ്റെ ഷെയ്ഖ് നേതൃത്വം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇനി ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്നും പറഞ്ഞ് വരുന്ന കാലഘട്ടമായിരുന്നു അന്നൊക്കെ. അതുകൊണ്ടാണ് അബൂജഹലിനെ പോലെ ഒരാൾ ഇസ്ലാം വന്നാൽ കൊള്ളാമെന്ന് ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞത് ആ ഒരു സംഭവത്തിന് ഇങ്ങനെ രണ്ട് പശ്ചാത്തലമുണ്ട്. അബൂജഹലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ച പണ്ഡിതന്മാരുമുണ്ട്. ഒരുപക്ഷെ അബൂജഹലിനെ കുറിച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെ ചില ഗുണങ്ങൾ കിട്ടും എന്നതും കൊണ്ടാവാം എന്നും കൂടി പോസിറ്റീവായി നിരൂപണം ചെയ്യുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഇപ്പം നമ്മൾ ചരിത്രത്തെ രണ്ട് ഭാഗവും കാണണമല്ലോ. അപ്പോൾ ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മഹിമ പോരിഷ ഇത് തന്നെയായിരുന്നു. അതുതന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തോടു കൂടി വധിക്കാൻ വന്ന ഒരാൾ ഇസ്ലാം സ്വീകരണത്തിലേക്ക് മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ആരും തയ്യാറല്ല. നുബുവത്തിൻ്റെ 6 വർഷം എന്ന് പറഞ്ഞാൽ അപ്പോഴും അബൂ താലിബും ഖദീജ അടക്കമുള്ള നബിയുടെ ഇടങ്കയും വലങ്കയും അപ്പോഴും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആർക്കും തൊടാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവരൊക്കെയും മരണപ്പെട്ടതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ കൂട്ടമായി തീരുമാനിച്ച് വധിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇവരൊക്കെയും മരണപ്പെട്ടതിന് ശേഷമാണ്. പക്ഷേ ഉമർ തുടക്കം തന്നെ കൊല്ലാൻ ഒറ്റയ്ക്കിറങ്ങിയ ആളാണ്. ഇതാണ് ഉമർ. നമ്മൾ ഉമറിൻ്റെ കഥാപാത്രം എങ്ങനെയാണ് മനസ്സിലാക്കണം? ഒറ്റയ്ക്കിറങ്ങുന്ന ആൾ. ഈ ഗോത്രത്തിൻ്റെ ഒന്നും കാര്യം ആലോചിക്കാതെ തന്നെ ഞാനിപ്പോൾ പണി തീർക്കുമെന്ന് പറഞ്ഞ് പോയ ആളാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് താണ് കേണ് മുസ്ലിമായി മാറുന്നത്. അപ്പോഴാണ് മുസ്ലിം എന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുക. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസി എന്നതല്ല. അസ്ലമ എന്ന് വെച്ചാൽ കീഴ്വണങ്ങി എന്നാണ് അർത്ഥം, സറണ്ടർ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി മാറുകയാണ്. അതുവരെ ഞാൻ വലിയ ഗോത്രക്കാരൻ, ഞാൻ വലിയ റസുലർ, താൻ പോരുമ പറഞ്ഞിരുന്ന ഒരാൾ എല്ലാം നബിയുടെ മുമ്പിൽ അടിയറവ് വെക്കുന്നു. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഫാറൂഖ് എന്നുള്ള പേര് കൊടുക്കുന്നത്. എന്ത് കണ്ടാലും ചോദ്യം ചോദിക്കാൻ തയ്യാറുള്ള ആൾ. നമുക്ക് പ്രവാചകന്മാരിൽ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളായി കാണുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുന്നതായി നമ്മൾ കാണൂല, അത് അപ്പടി സ്വീകരിക്കുന്നതാണ്. ഒരുപാട് പ്രവാചകന്മാരുണ്ടായിട്ടും ഖുർആൻ ആരെയും അങ്ങനെ ചോദ്യം ചോദിക്കുന്നതായി കാണുന്നില്ല. പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ മലക്കുകൾ വരുമ്പോൾ അള്ളാഹുവിനോട് തർക്കിക്കുന്നവനായി മാറുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും തനിക്ക് തൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത എന്തെങ്കിലും കണ്ടാൽ, അനുഭവിച്ചാൽ, അറിഞ്ഞാൽ ഉമർ റളിയല്ലാഹു ആദ്യം ചെയ്യുന്നത് അത് വേണോ വേണ്ടേ, അതെങ്ങനാണോ ഇങ്ങനല്ലേ എന്ന് അഭിപ്രായം പറയുന്ന ആളായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ അറബ് സമൂഹത്തിനിടയിൽ മീഡിയേറ്ററായി ഉമർ റളിയല്ലാഹുവിനെ തന്നെ നാട്ടുകാർ തിരഞ്ഞെടുത്തിരുന്നത്. അത് നമുക്ക് പിന്നീട് അടുത്ത ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പമുള്ള ഘട്ടത്തിൽ നമുക്കത് കാണാം. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ആയത്തുകൾ പോലും ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗം വിശദീകരിക്കാവുന്നതാണ്. അതായത് ഇങ്ങനെ നേരിട്ട് തുറന്നു പറയുന്ന ഒരാൾ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ആൾ. നമുക്ക് അറിയാം ബദർ യുദ്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല യോമുൽ ഫുർഖാൻ എന്നാണ് വിശദീകരിച്ചത്.
അതായത് ആ യുദ്ധത്തോടു കൂടി ആരൊക്കെയാണ് നബിയുടെ കൂടെയുള്ളത്, ഇസ്ലാമിൻ്റെ കൂടെയുള്ളത്, ആരൊക്കെയാണ് അപ്പുറത്തുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ദിവസം എന്നതുകൊണ്ടാണ് ബദർ യുദ്ധത്തെ യോമുൽ ഫുർഖാൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. എന്നതുപോലെ തന്നെയാണ് സത്യത്തെയും അസത്യത്തെയും നന്മയും തിന്മയെയും ഇന്നതാണ് എന്ന് വാതുറന്ന് പറയുന്ന ആൾ, അതായിരുന്നു ഉമർ അള്ളാഹുനു. അതുകൊണ്ട് തന്നെയാണ് ഉമർ അള്ളാഹുനുവിനെ അൽ ഫാറൂഖ് എന്ന് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് കൊടുക്കുന്നതും ഉമർ അള്ളാഹുവിനെ ഫാറൂഖ് എന്ന് കൊടുക്കുന്നത്. നമ്മുടെ ഒരു പ്രശ്നം, ഉമർ അള്ളാഹുവിൻ്റെ ചരിത്രം പഠിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ട ചരിത്രം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് വളരെ ക്രുദ്ധനായ, വളരെ രൂക്ഷമായി പ്രതികരിക്കുന്ന, എന്ത് കണ്ടാലും അഭിപ്രായം സ്ട്രേറ്റ് ഫോർവേഡായി പറയുന്ന ഒരു മനുഷ്യനെ വളരെ സ്വാത്വികനും വളരെ ലളിതമായി ചിന്തിക്കുന്ന, ലളിതമായി പെരുമാറുന്ന ഒരാളാക്കി മാറ്റിയത്. നമ്മൾ ഹൈക്കലിൻ്റെ ഹുസൈൻ ഹൈക്കൽ അദ്ദേഹത്തിനൊരു ഉമർ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു കിതാബുണ്ട്. ആ കിതാബിൽ അദ്ദേഹം പറയുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ 2 വർഷമാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ 10 വർഷത്തിന് കാരണം എന്ന് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ 10 വർഷത്തിന് കാരണം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ 2 വർഷമാണ്. അത് നമുക്ക് ഇനി അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലുള്ള ഉമർ റളിയല്ലാഹുവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അബൂബക്കർ റളിയല്ലാഹു സീനിയറായി ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഉമർ റളിയല്ലാഹു കൂടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കൈയായി ഒന്ന് അബൂബക്കറും പിന്നീട് ഉമറും പുറകിൽ ഉസ്മാനും. ഒരുപാട് ഹദീസുകളിലുണ്ട് ഇങ്ങനെ കാണാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ പറയുമായിരുന്നു, ഞങ്ങളുടെ സമൂഹത്തിൽ ഏറ്റവും ഉന്നമൻ, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആൾ അബൂബക്കറാണ്, പിന്നെ ഉമറാണ്, പിന്നെ ഉസ്മാനാണ് എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അത് അലീൻ്റെ കാലഘട്ടത്തിലാണ്. കാരണം പറയുന്ന ആൾ അലിയുടെ ഒപ്പമുള്ള ആളാണ്. അതുകൊണ്ടാണ് അലീൻ്റെ പേര് വരാത്തത്. ഇങ്ങനെയൊക്കെയും നമുക്ക് ചരിത്രത്തിൽ കാണാം. പക്ഷേ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാം സ്വീകരണത്തിലേക്കും, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മക്കൻ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശക്തിയായി മാറിയതും ഇങ്ങനെയാണ്. അതിൻ്റെ കൂടെ ഒരുപാട് ഹദീസുകൾ ഉമർ റളിയല്ലാഹു ഈ ഒരു കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ പൗരുഷകൾ പറയുന്ന ഹദീസുകളും നമുക്ക് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന ചില ഹദീസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ ഞങ്ങൾ പറയുമായിരുന്നു, നമ്മുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അത് കഴിഞ്ഞാൽ അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ എന്ന് ഞങ്ങൾ പറയുമായിരുന്നുവെന്ന് അദ്ദേഹം ഇബ്നു ഉമർ മകൻ പറയുന്നത് കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലത്ത് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ചില ആൾക്കാരെ പൊക്കി പറയുന്നത് വെച്ചാൽ പുകഴ്ത്തുക എന്നുള്ള അർത്ഥത്തിലല്ല, അവരുടെ മഹാത്മ്യം ഞങ്ങൾ എടുത്തു പറയുമായിരുന്നു. അതിൽ ആദ്യം ചെയ്യുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനെയും പിന്നെ ഉമർ റളിയല്ലാഹുവിനെയും ആയിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു റിപ്പോർട്ട് പ്രകാരം ഉമർ റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്നത് സുന്നത്തിൻ്റെ ഭാഗമായി, അതായത് നബിയുടെ സുന്നത്തിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ സലഫു സാലിഹ്യങ്ങൾ കണ്ടു എന്നും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. ഈ ഹസനുൽ ബസ്രി പ്രമുഖനായ പണ്ഡിതന്മാരിൽ ഒരാളാണ്, സലഫു സാലിഹ്യങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചിരുന്നു, ഉമർ റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്നത് സുന്നത്താണോ? ചോദ്യങ്ങൾ പലതരത്തിലുണ്ടാവുമല്ലോ. ഉമർ റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്നത് സുന്നത്താണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, അതല്ല, അത് നിർബന്ധമാണ്, ഫർളാണ്. ഞാൻ ഈ കോട്ട്സ് പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം സമൂഹത്തിൽ സ്ഥാനം നേടി എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ശേഷം എൻ്റെ സ്വഹാബികളായ അബൂബക്കറിനെയും ഉമറിനെയും മാതൃകയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായും അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ നേരത്തെ ഇവിടെ പരാമർശിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. ഇങ്ങനെ നിരവധി സവിശേഷതകൾ, മഹിമകൾ പറയുന്ന ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഐസൽ ഇസ്ലാമ ബിഹാദൈൻ റജുലൈൻ ഇലൈക ബി അബി ജഹൽ ഔ ബി ഉമർ ബിൻ ഖത്താബ്. അതാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന. പഠിച്ചവനെ, എനിക്കിഷ്ടപ്പെട്ട ഈ 2 പേരിൽ ഒരാളെ, ഉമറോ അബൂ ജഹലോ ആരെങ്കിലും ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ നീ ഇസ്സത്തുള്ളതാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ 2 പേരെയും ചേർത്ത് പ്രാർത്ഥിച്ചിരുന്നതായും പ്രാർത്ഥനകളുണ്ട്. ഇദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് പറഞ്ഞ ചില റിപ്പോർട്ടുകളുണ്ട്.
അത് ഒരു പക്ഷേ ചിലർ പറയുന്നു 27-ാമത്തെ വയസ്സിലാണെന്ന്. പക്ഷേ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് 35-ാമത്തെ വയസ്സിലാണ് ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചിരുന്നത്. കാരണം ഉമർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏജ് നോക്കുമ്പോൾ തന്നെ നമുക്കത് കാണുവാൻ കഴിയും. 40 വയസ്സും 35 വയസ്സും ആ ഒരു വ്യത്യാസം, അവർ തമ്മിൽ 11-13 വയസ്സ് വ്യത്യാസം ഉണ്ടായിരുന്നതായി ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു. അപ്പോൾ ഈ തരത്തിൽ സമൂഹത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അറേബ്യൻ സമൂഹത്തിൽ പൊതുവായും ജനങ്ങൾക്കിടയിൽ ഒരു ഭീകരത സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രമായും ജാഹിലിയ കാലത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ജാഹിലിയത്തിന് ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞ ആളായിരുന്നു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു കൗലുണ്ട്: ജാഹിലിയത്തിനെ നന്നായി അറിയാത്തവന് ഇസ്ലാമിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതായത് ജാഹിലിയത്ത് എന്താണെന്ന് വ്യക്തമായി അറിയുന്നവന് ഇസ്ലാമിനെ നന്നായി തിരിച്ചറിയാൻ കഴിയും എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു. കാരണം അദ്ദേഹം അതിന് തന്നെ സ്വയം മാതൃകയാണ്. ഏറ്റവും വലിയ ജഹാലത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. ഉമർ റളിയല്ലാഹുവിന് എല്ലാം കൂടി 7 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് പല കാലഘട്ടങ്ങളിലാണ്. ജാഹിലിയ കാലത്ത് 2 ഭാര്യമാരുണ്ടായിരുന്നു. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിരുന്നപ്പോൾ അവർ രണ്ടുപേരെയും തൊലാഖ് ചെയ്തിരുന്നതായി ചരിത്രത്തിലുണ്ട്. പിന്നീട് പല ഘട്ടങ്ങളിലായി ബാക്കി ഭാര്യമാരെ കഴിക്കുന്നു. അതിൽ ഏറ്റവും അത്ഭുതമുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും അറിയേണ്ടത്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെയും ഉമ്മു കുൽസുമിനെയും ഉമർ റളിയല്ലാഹു വിവാഹം കഴിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മകൾ ഉമ്മു കുൽസുമിനെ ഉമർ റളിയല്ലാഹു വിവാഹം കഴിക്കുന്നുണ്ട്. അതിൽ എല്ലാം കൂടി 13 മക്കളുടെ ഒരു കണക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതായത് അഹ്ലു ബൈത്ത് ഷിഈ ചരിത്ര രചനയിൽ ഏറ്റവും വലിയ വില്ലൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾ ഷിയാ സുന്നി സെക്ടേറിയൻ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് അലിക്ക് കിട്ടേണ്ട അധികാരം, ഖിലാഫത്ത്, ഇമാമത്ത്, അത് അബൂബക്കറിന് കൈപ്പിടിച്ചു കൊടുത്തത് ഉമറാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ട ആൾ ഉമറാണെന്നാണ് അവർക്കിടയിൽ വളരെ പ്രചാരം കിട്ടിയ ഒരു ചരിത്ര രീതി, വായന. പക്ഷേ അതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കണം, അലി റളിയല്ലാഹുവിൻ്റെ മകളെ വിവാഹം കഴിച്ച ആളാണ് ഉമർ. അവർക്കിടയിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? പിന്നീട് രൂപപ്പെട്ട ചരിത്ര വായനകളാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ സ്വഹാബികൾ തമ്മിൽ എങ്ങനെ ബന്ധക്കാരായിരുന്നുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയപ്പനാണ് പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു അമ്മായിയപ്പനാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമക്കളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ആ ഒരു കുടുംബത്തിൻ്റെ ബന്ധം നിങ്ങൾ നോക്കുക. അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിൽ വരുന്നത് അലി റളിയല്ലാഹുവിലേക്കും ഫാത്തിമയിലേക്കും മാത്രം കണക്ട് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് അഹ്ലു ബൈത്തിൽ ഉമറും ഉസ്മാനും അബൂബക്കറും വരുന്നില്ല എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ സങ്കീർണമായ രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലുണ്ട്. മറ്റൊരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉമർ റളിയല്ലാഹുവിൻ്റെ പിൽക്കാലത്ത് ഏറ്റവും വലിയ വിവാദ ചരിത്രമാണ് ഖാലിദ് ഇബ്നു വലീദും ഉമർ റളിയല്ലാഹുവിനും തമ്മിലുള്ള പ്രശ്നം. അത് ജാഹിലി കാലത്ത് ഇവർ തമ്മിലുണ്ടായ ഒരു പ്രശ്നം കാരണമാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഖാലിദ് ഇബ്നു വലീദിനെ സൈനിക നേതൃത്വത്തിൽ നിന്ന് മാറ്റിയതെന്ന് പറയുന്ന ചില ചരിത്ര വായനകളുണ്ട്. ഓറിയൻ്റലിസ്റ്റുകൾ രൂപപ്പെടുത്തിയതാണത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് റസൂലറായിരുന്നു. ഖാലിദ് ഇബ്നു വലീദും നാട്ടിലെ പ്രമുഖനായ ഹോഴ്സ് റൈഡറും കുതിരയോട്ടക്കാരനും റസൂലറും ശക്തനും ധീരനുമായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ മല്ലയുദ്ധം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ ചില അടി ഉണ്ടാവുകയും ആ അടിയുടെ പക ഖിലാഫത്തിൻ്റെ കാലത്തിൽ ഉമർ വീട്ടിയതാണ് എന്നും പറഞ്ഞ ചില ചരിത്ര വായനകൾ പോലും നമുക്ക് കാണാം. അത് ഇസ്ലാമിക ചരിത്രത്തിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. പക്ഷേ പിൽക്കാലത്ത് രൂപം ഉണ്ടാക്കിയ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയും ജാഹിലി കാലത്തിൻ്റെ ഉമറിൻ്റെ സ്വഭാവത്തെ ദുരുപയോഗപ്പെടുത്തുന്ന പിൽക്കാല ചരിത്ര രചനകൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് പരാമർശിക്കാനാണ് ഞാൻ ആ സംഭവം പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതം നമ്മൾ നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഉമർ റളിയല്ലാഹുവിൻ്റെ ബന്ധം, അതിൻ്റെ കൂടെ പല ഖുർആൻ ആയത്തുകളുടെയും അവതരണ പശ്ചാത്തലം ഉമർ റളിയല്ലാഹു കാരണമായിട്ടാണ്. ഇസ്ലാമിലുണ്ടായ പല മാറ്റങ്ങളും ഉമർ റളിയല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലത്തുണ്ടായിരുന്ന പല മാറ്റങ്ങൾക്കും ഉമർ റളിയല്ലാഹുവാണ് കാരണം. അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.